പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അടുത്ത നാളിൽ പത്രങ്ങളിലൊക്കെ ഞാൻ കാണുകയുണ്ടായി, മടഞ്ചാടികൾ സഭയെ ചീത്ത വിളിക്കുന്നതും പുലമ്പുന്നതും അപകീർത്തി വരുത്തുന്ന ചില വ്യക്തികൾക്ക്, അച്ഛന്മാരെ അല്ലെങ്കിൽ ബിഷപ്പ്മാരെ. പ്രിയപ്പെട്ടവരെ, ഒന്ന് ശ്രദ്ധിക്കണേ. മഠത്തിൽ സന്തോഷമില്ലാതെ, കൃപയിൽ ജീവിക്കാതെ, ദൈവത്തോട് ചെയ്ത വാഗ്ദാനം പാലിക്കാതെ പുറത്തിറങ്ങിയ ആളുകൾ പറയുന്നതാണോ നിങ്ങൾ കേൾക്കേണ്ടത്? അതോ മഠങ്ങളിലോ സഭയിലോ വിശുദ്ധിയിലും നന്മയിലും നിലനിൽക്കുന്ന കന്യാസികളുടെയോ അച്ഛന്മാരുടെയോ വാക്കുകളാണോ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ നമ്മുടെ തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ. മടം ചാടുക. ഓർക്കണമേ, ദിവ്യ അൽത്താരയിൽ സകല പുണ്യവാന്മാരുടെ ലുത്തിനിയാ ചൊല്ലി കമന്ന് കടന്ന് പരിശുദ്ധാത്മാവിളി വിളിച്ച് ദൈവത്തോട് വാഗ്ദാനം ചെയ്ത് അത് നിത്യമായി യേശുവിന്റെ മണവാട്ടി ആയിക്കൊള്ളാമെന്ന തീരുമാനമെടുത്തവരാണ് ഈ പുറം ചാടിയിരിക്കുന്ന. ഓർക്കണം. എന്നിട്ടും മനുഷ്യന്റെ ആകർഷണത്തിന് വേണ്ടിയിട്ട് ആ ഡ്രസ്സും എല്ലാം ഇട്ട് മനഃപൂർവ്വം തിരുസഭയെ താറടിക്കുന്നവർക്ക് തമ്പുരാൻ വച്ചിരിക്കുന്ന അനുഭവങ്ങൾ എന്തെന്ന് അവർ കാണും. കഥാവാ ദൈവം നിയമാവർത്തനം പുസ്തകം 23:21 പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിന് നേരുന്ന നേർച്ചകൾ നിറവേറ്റുവാൻ വൈകരുത്. അവിടുന്ന് നിശ്ചയമായും അത് നിന്നോട് ആവശ്യപ്പെടും. നീ കുറ്റക്കാരനാവുകയും ചെയ്യും. മനോഹരമായ വചനമാണ് ബൈബിളിൽ നിന്ന്. സംഖ്യയുടെ പുസ്തകം 30:2 പറയുന്നു, ആരെങ്കിലും കർത്താവിന് നേർച്ച നേരുകയോ ശപഥം ചെയ്ത് തന്നെ കടപ്പെടുത്തുകയോ ചെയ്താൽ തന്റെ വാക്ക് ലംഘിക്കാതെ വാഗ്ദാനം നിറവേറ്റണം. സംഖ്യ 30:2. തങ്ങളെ തന്നെ കർത്താവിന് കടപ്പെടുത്തി മണവാട്ടികളായി ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ട് സ്വാർത്ഥ താൽപര്യങ്ങൾ സാധിച്ചു കിട്ടാതെ വന്നപ്പോൾ ഇറങ്ങി പുറപ്പെട്ടു പുറത്തേക്ക്. ചിലരൊക്കെ അകത്തായിരുന്നപ്പോൾ ദ്വജീവിതം, രണ്ടു തരത്തിലുള്ള ജീവിതം, മുഖംമൂടി വെച്ച ജീവിതം, ഒരു ചിലരുമായി അനാശാസ്യമായ ബന്ധത്തിലും കഴിഞ്ഞ് ആ കൂടെയുണ്ടായിരുന്നവരെ സ്വന്തം കാര്യം സാധിക്കാതെ വന്നപ്പോൾ ഒറ്റിക്കൊടുത്ത് കോടതിയിൽ കയറ്റി ആ ആളുകൾ തങ്ങളുടെ വിശുദ്ധിയും നന്മയും കോടതിയിൽ തന്നെ തെളിയിക്കുകയും ചെയ്ത സംഭവത്തിൽ വീണ്ടും ശവം തോണ്ടി, കഴുകനെ പോലെ ശവം തോണ്ടി നാറ്റിക്കുക സമൂഹത്തിൽ. ഞാൻ പറയും, അത് ശവം തീനികൾ കഴുകനെ പോലെ. ഈ അടുത്തോട് നാളതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ക്രൈസ്തവരായവരോടും അക്രൈസ്തവരോടും ഒന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെ വീഡിയോ കാണുമ്പോൾ ക്രിസ്ത്യാനികളെയും ക്രിസ്തുവിന്റെ സഭയും താരടിക്കാൻ നോക്കിയിരിക്കുന്ന മീഡിയകൾ കഴുകന്മാരെ പോലായിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഇരകളെ വച്ച് അതിന് വലിയ പ്രാധാന്യം കൊടുത്ത് പരസ്യവും നടത്തി പടങ്ങളുമിട്ട് തലക്കെട്ടും കൊടുത്ത് താറടിക്കുക. ഈ നാളുകളിൽ കേരളത്തിൽ ഏറ്റവും പീഡിപ്പിക്കപ്പെടുന്നത് ക്രിസ്ത്യാനികളാണ്. അവരെപ്പറ്റിയാണ് ഏറ്റവും അവിജ്ഞാനികളും തിന്മകളും പറഞ്ഞു പരത്തുന്നത്, സമൂഹത്തിൽ അവരെ ഒറ്റപ്പെടുത്തുവാൻ. അത് കണിശമായിട്ടും ക്രിസ്ത്യാനികൾക്ക് അറിഞ്ഞിരിക്കണം. ഈ സഹനങ്ങൾ അവരോട് ക്ഷമിച്ച് കണിശമാറ്റും ഏറ്റെടുത്ത് നിങ്ങളെയും വിശുദ്ധീകരിക്കണം, സഭയും വിശുദ്ധീകരിക്കണം. പക്ഷേ എനിക്ക് പറയുവാനുള്ളത്, ആരെയാണ് നിങ്ങൾ കേൾക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയിലും നന്മയിലും നിലനിൽക്കുന്ന ആളുകളെയാണോ, അവരെയാണോ അനുകരിക്കേണ്ടത്? പൗലോസപ്പോസ്തലൻ പറയുന്ന പോലെ, ഞാൻ എത്രമാത്രം യേശുവിനെ അനുകരിക്കുന്നു അത്രത്തോളം നിങ്ങൾ എന്നെ അനുകരിക്കുക. അങ്ങനെ അനുകരണമുള്ള ഒത്തിരി നമുക്ക് നല്ല കന്യാസികളും അച്ഛന്മാരും കേരള സമൂഹത്തിലുണ്ട്. വിശുദ്ധിയിൽ പരിത്യാഗത്തിൽ ജീവിക്കുന്നവർ. അവരെ ഒന്ന് കാണും.
50 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇടയിലുണ്ടായിരുന്ന മാർ ആന്റണി പടിയറ കർദിനാള് ഇപ്രകാരം പറയുമായിരുന്നു. പണ്ട് റോമില് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കായിലെ 1000 പ്രതിമകളിൽ ഒരെണ്ണം താഴെ വീണു. ഭയങ്കര ബഹളം. എല്ലാവരും വരുന്നു. എല്ലാ മീഡിയക്കാരും വന്ന് ഫോട്ടോ എടുക്കുന്നു, പത്രത്തിലിടുന്നു, ടെലിവിഷനിലിടുന്നു. വലിയ ആൾക്കൂട്ടം ഈ വീണത് കാണാൻ. എന്നാൽ 9999 മിടുക്കന്മാരായിട്ട് അവിടെ നിൽപ്പുണ്ട്. അത് അവിടെ ഫോട്ടോ എടുക്കാനോ നോക്കാനോ ആരുമില്ല. സമൂഹത്തിൽ ഇന്നും അതല്ലേ സംഭവിക്കുന്നത്. നല്ലവരായി നന്മ ചെയ്ത് ജീവിക്കുന്നവര് ഫോട്ടോ എടുത്ത് പരസ്യപ്പെടുത്താൻ ആരുമില്ല. ഒരു മീഡിയയുമില്ല, ഒരു മാധ്യമങ്ങളുമില്ല. പ്രിയപ്പെട്ടവരെ, അതേസമയം എവിടെയും വഴിപിഴച്ചു പോയവര് വ്രതവാഗ്ദാനങ്ങൾ കർത്താവിനോട് ലംഘിച്ച് തിന്മയിലായിരിക്കുന്നവർ, ഞാൻ പറയും ഇങ്ങേറ്റം ശാപം പോലും കർത്താവിന്റെ വാഗ്ദാനം പാലിക്കാതെ, കർത്താവിനുള്ള നേർച്ച തേക്കാതെ പേറിയിരിക്കുന്നവര് അത് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണീരൊഴിപ്പിച്ച് നല്ല ഉടുപ്പൊക്കെ ഇട്ട് ആളുകളെ അനുകമ്പയ്ക്ക് വേണ്ടിയിട്ട് എന്ന ഭാവേന. നിങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു അനുകമ്പയില്ല. നിങ്ങളൊക്കെ വാസ്തവത്തിൽ ശവന്തീനികൾ തന്നെയെന്ന് ഞാൻ പറയും. അതായത് നല്ല ആളുകളെ പറ്റി ചീത്തയായി കലുംനി, അവിഖ്യാതി പറഞ്ഞ്, ഇല്ലാവചനം പറഞ്ഞ് എത്രയോ കേസുകൾ അങ്ങനെ അപ്രകാരം നടക്കുന്നു. കാലഹരണപ്പെട്ടുപോയ കേസുകൾ കുത്തിപ്പൊക്കിയെടുത്ത് പല്ലട കുത്തി നാറ്റിക്കുന്നത് പോലെ. ആർക്ക് നാറ്റം? അവർക്ക് തന്നെ, വേറാർക്കുമില്ല. സഭയിൽ യേശുക്രിസ്തുവിന്റെ വചനമനുസരിച്ച് വിശുദ്ധരായി ജീവിക്കുന്നവർക്ക് അതുകൊണ്ടൊന്നും ഏക്കില്ല. പിന്നെയോ നിങ്ങൾ ചെയ്യുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കണം. ഇന്നും ജീവിക്കുന്നതായ കർത്താവിനെ വീണ്ടും ക്രൂശിക്കുന്നു, അവനെ അവഹേളിക്കുകയും ചെയ്യുന്നു. ഹെബ്രായർ 6:6. നിങ്ങളുടെ മാനസാന്തരത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, സഭയിലെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം വേഷം ചമഞ്ഞ് സഭയെ ചീത്ത വിളിക്കുന്ന, മലന്ന് കടന്ന് തുപ്പുന്ന ആളുകളെ ഒരു മാനസാന്തരം കൊടുത്ത് കർത്താവ് അവസാന നാളിലെങ്കിലും രക്ഷിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാനവർക്ക് എതിരായിട്ട് പറയല്ല, വെറുപ്പ് പറയല്ല, ഞാനവരെ വെറുക്കുന്നുമില്ല. പക്ഷേ അനുകമ്പ കാണിക്കാൻ അവർ അർഹരല്ല. അവരുടെ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ മടഞ്ചാടിയ കന്യാസികളെ, നിങ്ങൾക്കൊരു മാനസാന്തരമുണ്ടാകാൻ, എന്നിട്ട് കർത്താവിനെ വീണ്ടും വീണ്ടും കുത്തി മുറിപ്പിച്ച് അവഹേളിച്ച് ക്രൂശിക്കാതിരിക്കുവാൻ പുസ്തകങ്ങൾ എഴുതി, അല്ലെങ്കിൽ ഫിലിമുകൾ എഴുതി, ക്യാമറയുടെ മുമ്പിൽ, മാധ്യമങ്ങളുടെ മുമ്പിൽ നാണമില്ലാതിരുന്ന് ചില ബിഷപ്പ്മാരെ പറ്റി, വിശുദ്ധരായി പ്രാർത്ഥനാപൂർവ്വം ജീവിക്കുന്ന വിശുദ്ധരെ പറ്റി, അല്ലെങ്കിൽ വൈദികരെ പറ്റി പറയുന്ന കേട്ടാൽ ഒരു അനുകമ്പയും യഥാർത്ഥത്തിൽ നല്ലവരായവർക്ക് ഉണ്ടാവില്ല. ഇല്ലതാനും. ഞാനവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു മാനസാന്തരം കൊടുത്ത് അവസാന നിമിഷമെങ്കിലും അവരുടെ ആത്മാവിനെ രക്ഷിക്കണമേ എന്ന് തനിച്ചുമായിട്ടും മാനസാന്തരപ്പെട്ട് എന്റെ പിഴ, എന്റെ വലിയ പിഴ എന്ന് കർത്താവിന്റെ മാപ്പപേക്ഷിച്ചാൽ കാരുണ്യവാനായ ദൈവം ക്ഷമിക്കും എന്നെനിക്കറിയാം. പക്ഷേ ധിക്കാരം തുടർന്നാൽ നിശ്ചയമായിട്ടും കർത്താവിന്റെ ശാപമുണ്ടാകും. എനിക്കറിയാം ഏറെ പേർ മരം ചാടിപ്പോയി പല കാരണങ്ങളാൽ. അവരൊക്കെ നല്ല വിശുദ്ധി ജീവിക്കുന്നവരെ എനിക്കറിയാം. പലരുമായിട്ട് എനിക്ക് അടുപ്പവുമുണ്ട്. പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, അവർക്ക് ആരോടും പരാതിയില്ല. അവർ പറയും, ഞങ്ങളുടെ ബലഹീനത കൊണ്ട്, ഞങ്ങളുടെ കുറവ് കൊണ്ടാണ് മഠത്തിൽ പോകേണ്ടി വന്നത്, അഥവാ മഠത്തിൽ നിന്ന് എന്നെ അധികാരികൾ പറഞ്ഞു വിട്ടത് എന്ന്. അത്ര എളിമയുള്ള ധാരാളം പേര് ഉണ്ട്. എല്ലാ മഠങ്ങളിൽ നിന്നും പറഞ്ഞു വിട്ടവരും സ്വയം പോയവരും ഉണ്ട്. അച്ഛന്മാരും ഉണ്ട്. അതുപോലെ സന്യാസ സമൂഹത്തിൽ നമുക്കറിയാൻ സാധിക്കും. ഉദാഹരണം, ഒരു കപ്പുച്ചൻ അച്ഛൻ 10-25 കൊല്ലം പ്രസംഗിച്ച് വിശുദ്ധൻ എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ വേഷം കെട്ടിയ ആള് പെന്തക്കോസ്തിൽ ചെന്നിട്ട് ഇപ്പൊ തിരിച്ച് കത്തോലിക്ക സഭയെ തെറി പറയുന്നു, ചീത്ത വിളിക്കുന്നു. എന്ത് മനസാക്ഷിയാച്ച? ഇതൊക്കെ നിർത്താനായില്ലേ? ഇതൊക്കെ ആളുകൾ വിശ്വസിക്കുമെന്നാണ് ചിന്തിക്കുന്നത്. കത്തോലിക്ക സഭ 2000 വർഷമായിട്ട്
അധികം വർഷങ്ങളായി മൂല്യങ്ങളിൽ അടിയുറച്ച്, സത്യങ്ങളിൽ അടിയുറച്ച് മുന്നോട്ട് തന്നെ പോകും. നിങ്ങൾ ഈ അസഭ്യം പറഞ്ഞുകൊണ്ട് സഭയ്ക്ക് ഒരു ചുക്കും വരാൻ പോകുന്നില്ല. നിങ്ങൾ ഓർക്കും മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ വലിയവരെന്ന്. പക്ഷേ കൈയടിക്കുന്നവർ കാണും, അതിനുള്ള മാധ്യമങ്ങൾ കാണും. അവിടെ ഓർക്കണമേ, കർത്താവിന്റെ മുമ്പിൽ നിങ്ങൾ താഴ്ത്തിക്കെട്ടപ്പെട്ടു. കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. നീ കത്തോലിക്ക സഭയിൽ പിറന്നു, അതിനുശേഷം അവിടെ വൈദികനായി, അതും കപ്പുച്ചിനച്ഛൻ, എല്ലാവരും എത്ര ഭക്തിയോടെ ശ്രദ്ധയോടെ നോക്കി നിന്റെ വചനങ്ങളും പ്രാർത്ഥനകളും കേട്ടു. ഇപ്പോൾ കാലുമാറി, എന്തോ കിട്ടിക്കാണും, എന്തുവാട്ടെ, പ്രശംസയായിരിക്കാം, പണമായിരിക്കാം. എന്നിട്ട് നേരെ തിരിച്ച് കതിന വെക്കുക. ആ കതിന വെറും വായുവിലെ വെടിയായി മാറുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. നമുക്ക് അത് സത്യത്തിൽ നിലനിന്നുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ച് ദൈവകൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് പോകാം. ഈ പീഡനകാലത്ത് പുറമേ നിന്നുള്ള പീഡനത്തെക്കാൾ അധികം ഇന്ന് കേരളസഭയിൽ അകത്താണ് പീഡനങ്ങൾ. അകത്തുള്ളവരെ പുറത്തു ചാടിയാണ് ഇതുണ്ടാക്കുന്നത്. കള്ളൻ കപ്പലിൽ തന്നെ. തമ്പുരാനങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ചെറിയ ഈ വീഡിയോ തരാൻ ഉള്ള കാരണം ഇത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടെന്ന്. നമ്മുടെ സഭ കണിശമായിട്ടും ചെറുതായിക്കൊണ്ടിരിക്കുന്നു, വലിപ്പം കുറയുന്നു. എല്ലാം കൊണ്ടും ഉള്ള സഭ ഇന്ന് ഈ സഹനങ്ങളിലൂടെ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് എന്റെ മക്കളെ, ആ വിശുദ്ധീകരണത്തിൽ പങ്കുകൊണ്ട് ആരെയും ചീത്ത വിളിക്കാതെ, ആരോടും പിണങ്ങാതെ, ദേഷ്യപ്പെടാതെ, ശത്രുക്കളെ പോലും സ്നേഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. അതുകൊണ്ട് എന്റെ ആധ്യാത്മിക മക്കളോട്, എന്റെ പ്രസംഗങ്ങൾ കേൾക്കുന്നവരോട്, എന്റെ ധ്യാനത്തിൽ സംബന്ധിക്കുന്നവരോടും ഞാൻ മറ്റേതെങ്കിലും ബന്ധമുള്ളവരോടാണ് പറയുന്നത്, കർത്താവ് ഇന്ന് തനിക്കുള്ളവരെ മാറ്റി നിർത്തുന്നു. തനിക്ക് സമർപ്പണം നടത്തിയവർ ആ സമർപ്പണത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാം. ജ്ഞാനസ്ഥാനത്തിൽ ഒരു സമർപ്പണമുണ്ട്. വിവാഹ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും സമർപ്പണം നടത്തി വിശുദ്ധീകരിക്കപ്പെടുന്നു. വൈദികരും കന്യാസികളും ബുധവാഗ്ദാനങ്ങൾ ഞാൻ പറഞ്ഞ പോലെ കമന്നു വീണ് അൽത്താരയ്ക്ക് മുമ്പിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഈ വ്രതങ്ങൾ പാലിച്ച് എന്നെ തന്നെ തരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പിന്മാറിയവരെയും കർത്താവ് കാണുന്നു. ഓർക്കണമേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് കാലത്തിന്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കി, കർത്താവ് യേശുവിൻ നമ്മുടെ എന്ത് പ്രവർത്തിക്കുന്നു മനസ്സിലാക്കി നന്മയില്, വിശുദ്ധിയില്, പുണ്യത്തിൽ വളരാം. അങ്ങനെയുള്ളവരെ കർത്താവ് ശേഖരിക്കുന്ന കാലഘട്ടം ആണ്. ഇപ്രകാരം ബലവാഗ്ദാനങ്ങൾ ലംഘിച്ചുകൊണ്ടും നേർച്ചകൾ തികയ്ക്കാതെയും ഇരിക്കുന്നവർ ആ ഉത്തരിപ്പുകളും പേറിക്കൊണ്ട് എവിടെ പോകും തമ്പുരാൻ അറിയാം. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ശംശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾ ഓരോരുത്തരുടെ കൂടെയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.